It's been about a month and 20 days, and we go around and around and play silly games. Now you say you slow it down, not right now. Then you wink at me and walk away. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. Marina was a double Saturday. You're acting like a diva, saying you don't wanna play. It's gotta be a feisty style, raise that pride. I love the way you look at me that way. Now when you order a mojito at the bar, replaying a lip because it came up on the glass. The DJ play your favorite song, honey long. Now you're beckoning for me to dance. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. എന്താ ചിന്നു ഡോക്ടർ പറഞ്ഞേ? ഓക്കെ അല്ലേ എല്ലാം? ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടി കാര്യം പറ. ഇതിനു മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അത് ആ ഡോക്ടർ പറഞ്ഞു ഇതിനു മുന്നേ മിസ്കാരേജ് നടന്നതുകൊണ്ട് ഡെലിവറി ടൈമിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. ആണോ? അവർ പറഞ്ഞത് ശരിയാ. ഇതിനു മുന്നേ നീ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. 5 വർഷം മുന്നേ. നിനക്ക് വല്ലതും ഓർമ്മയുണ്ടാവും അന്ന് എന്താ സംഭവിച്ചതെന്ന്? ഡെന്നി, എന്താ ഇവിടെ നടക്കുന്നേ? എന്താ ഞാൻ അറിയാതെ പോയേ? ഓർമ്മയില്ലാണ്ടിരിക്കാൻ മാത്രം ഞാനെന്താ മറന്നു പോയേ? അതല്ല, എനിക്കൊരു കുഞ്ഞ് അബോഷനായി പോയത് ഞാനിങ്ങനെ അറിയാതിരിക്കുന്നേ? പറ ഡെന്നി. ചിന്നു, അന്ന് അർജുൻ പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും അവൻ്റെ ഒരു വിവരം കിട്ടാതായപ്പോൾ പപ്പയോട് നമ്മളെല്ലാം പറഞ്ഞതല്ലേ. അങ്ങനെ നീ പറഞ്ഞിട്ടല്ലേ പപ്പ മുംബൈയിലോട്ട് അവനെ പറ്റി അന്വേഷിക്കാൻ പോയേ. എന്നിട്ട് അന്ന് പപ്പ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? പപ്പ പോയ കാര്യം എന്തായി? അർജുനെ കാണാൻ പറ്റിയോ? പപ്പ അവനോട് സംസാരിച്ചോ? അവനെന്താ എന്നെ വിളിക്കാഞ്ഞേ? എന്തെങ്കിലും പറഞ്ഞോ പപ്പ? പപ്പ പപ്പ എന്തൊന്നും മിണ്ടാത്തെ? പറ. അത് ബേബി, അവനെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റില്ലെന്നോ? പപ്പ പപ്പ എന്തേ പറയുന്നേ? കാര്യം എന്താന്ന് വെച്ച് പറ. ഞാൻ പറയുന്നത് മോള് കേക്കണം. അവനെ മറന്നു കളയാം. മറന്നു കളയാനോ? പപ്പ ഇതെന്തൊക്കെയാ പറയുന്നേ? പപ്പക്ക് എന്താ പറ്റിയേ? ഞാനെന്തിനാ അവനെ മറന്നു കളയണം? എന്താ കാര്യം പപ്പ പറ. മോളെ, നീ എന്തായാലും അവനുമായിട്ടുള്ള ജീവിതം മറന്നേ പറ്റൂ. കാരണം അങ്ങനെ ഒരു ലൈഫ് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മറക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടും. അതെന്തുകൊണ്ടാന്നാ ഞാൻ ചോദിക്കുന്നേ? അതിന് മാത്രം മറുപടി ഇല്ലല്ലോ. അവനെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പപ്പക്കറിയില്ലേ? എന്താ അവിടെ പോയിട്ട് അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞോ? എന്താ കാരണം? അതെങ്കിലും പറ പപ്പ. മോളെ ചിന്നു, പപ്പ പറയാം. ബട്ട് മോള് പാനിക് ആവരുത്. ഡോണ്ട് ടെൻസ്, ഓക്കെ? അർജുൻ അവൻ ഇന്ന് ജീവനോടെ ഇല്ല. അത് അർജുൻ
ഈസ് നോ മോർ. What? No, no, ഇല്ല, എന്റെ അർജുൻ, ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളിത് ചുമ്മാ പറയുക. ഇല്ല, എവിടെ എന്റെ അർജുൻ? പപ്പ എവിടെ? ബേബി, ദിസ് ഇസ് ട്രൂ. അവൻ ഇനി ഇല്ല, അതാണ് സത്യം. ഇതോടുകൂടി അവന്റെ ചാപ്റ്റർ ക്ലോസ്. ഓക്കെ? No, ഇല്ല, പപ്പ, ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കെന്റെ അർജുനോട് പറ്റില്ല. എനിക്കവനെ കാണണം. എവിടെ അവൻ? എനിക്കവനെ കാണണം. ഞാൻ അവന്റെ അടുത്തേക്ക് പോവാ. അർജുൻ, മോളെ ചിന്നു, നീ ഇതെങ്ങോട്ടാ? ജിമ്മി വാ. ഞാൻ പോവാ പപ്പ. എന്റെ പിന്നാലെ വരണ്ട. എനിക്ക് എന്റെ അർജുന്റെ അടുത്ത് പോവാം. അവനെ കാണണം. ഞാൻ പോവാ. എന്റെ മോളെ പിന്നാലെ നീ വരണ്ട. ഇതെങ്ങോട്ടാ? അവിടെ നിക്ക് മോളെ. പോവല്ലേ, പപ്പയ്യ പറയുന്ന പോവല്ലേ. അങ്കിൾ, ചിന്നു, ചിന്നു. ചിന്നു 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 മോളെ മോളെ ചിന്നു മോളെ, എന്റെ മോൾ. അങ്കിള് കൂടി ഇങ്ങനെ തളരല്ലേ. നമ്മുടെ ചിന്നുന് ഒന്നുമില്ല, അവൾ ഓക്കെ ആവും. പൂജയുടെ കൂടെയുള്ളവര്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബേബിയെ അബോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ റിസ്കി എലമെന്റ്സും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഞാൻ അതിന് തയ്യാറായത്. ഇതെന്റെ പ്രൊഫഷനിൽ ചേർന്നതൊന്നുമല്ല. എനിവേ താങ്ക്സ് ഡോക്ടർ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ അവളാണ് വലുത്. അവളുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ഡോക്ടർ ഇതൊന്നും എൻ്റെ പ്രൊഫഷനോ എത്തിക്സിനോ ചേർന്ന പണിയല്ല. പിന്നെ പൂജയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഇത് തന്നെയാണ് ബെറ്റർ ചോയ്സ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പൂജയുടെ സർജറിയൊക്കെ സക്സസ് ആണ്. അറിയാലോ, അവളുടെ ഹെഡിനാണ് നല്ല കാര്യമായിട്ടുള്ള ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ നമുക്ക് ആളെ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു. താങ്ക്സ് ടു ഗോഡ്, അവളെ കറക്റ്റ് സമയത്ത് എത്തിച്ചതുകൊണ്ട് നമുക്ക് അവളെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടി. ബട്ട് എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾ ഇതുവരെ കോൺഷ്യസ് ആയിട്ടില്ല. മെഡിസിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായാലും അവൾ ബോധം വന്നാലും നമുക്ക് എന്തും പറയാൻ പറ്റുമോ? അവക്ക് എപ്പോഴാ ഡോക്ടർ ഇനി ബോധം വരിക? അതേപറ്റിയാണ് ഞാൻ പറയുന്നത്. ഡോണ്ട് ബി ടെൻസ്ഡ്. ഇതുവരെ കോൺഷ്യസ് ആയിട്ടില്ലല്ലോ. ഇനി അവൾ സ്വബോധത്തിലോട്ട് വന്നില്ലെങ്കിൽ കോമയിലോട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആൾക്ക് മെമ്മറി ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ? പിന്നീട് അങ്ങോട്ട് നീ സ്വബോധത്തിലോട്ട് വരാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. അങ്ങനെ നീണ്ടൊരു വർഷത്തിന് ശേഷം നീ ഉണർന്നു. ആദ്യം നീ ചോദിച്ചതും അർജുനെ തന്നെയായിരുന്നു. എനിക്കെന്തോ നിന്നെ സങ്കടപ്പെടുത്താൻ തോന്നിയില്ല. അതാ അങ്കിൾ അന്ന് അർജുൻ മരിച്ചെന്ന് കള്ളം പറഞ്ഞ കാര്യമൊക്കെ നിന്നോട് പറഞ്ഞ്. പിന്നീട് അങ്ങോട്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് നിനക്കറിയാലോ. അറിയാം. ബാക്കിയൊക്കെ വള്ളി പുള്ളി തെറ്റാതെ തന്നെ എനിക്കറിയാം. പക്ഷെ ഡെന്നി, എനിക്കതല്ല മനസ്സിലാവാത്തെ. പപ്പ എന്തിനാ അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ്? അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായേ. മാത്രമല്ല, പപ്പയ്ക്ക് എന്താ അർജുനോട് ഇത്ര വിരോധം? അവർ തമ്മിൽ അങ്ങനെ മുമ്പ് പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ. അർജുൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുമ്പോൾ പപ്പ എത്ര ഹാപ്പി ആയിരുന്നു. പപ്പയും മമ്മിയൊക്കെ ഞങ്ങളുടെ മാരേജിന് വരെ സമ്മതിച്ചതാ. പിന്നെ എന്താ പറ്റിയേ? ഇതിനുള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്കുറപ്പാ. അതെനിക്ക് നേരത്തെ തോന്നിയിരുന്നു ചിന്നു. എല്ലാത്തിനും കാരണം അന്ന് പപ്പ അർജുനെ അന്വേഷിച്ച് മുംബൈയിൽ പോയതിനു ശേഷമാണ്. അതുവരെ അർജുനെ പറ്റി പറയുമ്പോൾ പപ്പയും ഹാപ്പി ആയിരുന്നു, ഓക്കെ ആയിരുന്നു എല്ലാം കൊണ്ടും. അതിന് ശേഷമാണ് ഇത്രയും വലിയ മാറ്റം വന്നത്. എന്തിന്? അർജുൻ മരിച്ചു പോയെന്ന വലിയ കള്ളം പപ്പ പറഞ്ഞു. അതെന്തുകൊണ്ടാ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്ന് മുംബൈയിൽ പോയി
പപ്പ അന്വേഷിച്ചപ്പോൾ എന്താണ് പപ്പയ്ക്ക് അറിയാൻ പറ്റിയത്? എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടുപിടിക്കണം ചിന്നു. അതെ, എന്തായാലും ഹോബിച്ചായൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സ് പറയുന്നു എല്ലാം റെഡിയാവും. എന്നാ ശരി, നീ പോയി കിടന്നോ, അധികം സ്ട്രെയിൻ ചെയ്യണ്ട. എനിക്കൊന്ന് പുറത്തു പോകണം. നീനു, നീയും വാ. നീന് പറയുന്ന പോലെ നാളെ ഹോബിച്ചായൻ വന്ന് എല്ലാം പറയണം. ഹോബിച്ചായന് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഈശോയെ, ഇനി എന്നെ പരീക്ഷിക്കല്ലേ, എല്ലാം നല്ലതിനാവണേ. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഇച്ഛൻ്റെ അടുത്ത് എത്താൻ പറ്റണേ. എന്താടാ നീ അടിക്കുന്നില്ലേ? കാര്യമായിട്ട് ആലോചനയിലാണല്ലോ. എന്തു പറ്റി? ഏയ് ഇന്ന് വേണ്ടടാ, ഞാൻ ചിന്നിനെ പറ്റി ആലോചിക്കായിരുന്നു. എവിടോട്ടായിരിക്കും അവളുടെ പപ്പ അവളെ കൊണ്ട് പോയിട്ടുണ്ടാവുക? ഒരു വിവരമില്ല. നിനക്കതൊരു ടെൻഷനും കാണുന്നില്ലല്ലോ. എല്ലാം നിനക്ക് വഴിയെ മനസ്സിലാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മോളെ ചിന്നു, നീ കുറെ നേരമായല്ലോ ഈ ഇരുത്തം തുടങ്ങിയിട്ട്. എന്താ നിനക്ക് പറ്റിയേ? ഇതാ ഈ ഫുഡ് എടുത്ത് കഴിച്ചേ, വാ തുറക്ക്. നീ എന്തേലും കഴിച്ചാൽ കുഞ്ഞിന് വല്ലതും കിട്ടുമോ? നീ അത് മറക്കല്ലേ. സ്റ്റോപ്പ് മമ്മി, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തിനാ ഇത്ര കൺസേൺ? എനിക്കൊന്നും അറിയില്ല എന്ന് രണ്ടുപേരും വിചാരിക്കണ്ട, എനിക്കെല്ലാം അറിയാം. മോളെ ചിന്നു, എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? എനിക്കിവിടെ നിൽക്കണ്ട, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. മമ്മയും പപ്പയും കൂടെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും. എനിക്കിവിടെ നിന്ന് പോകണം, എന്നെ രക്ഷിക്കിച്ചായ. എനിക്കിവിടെ പറ്റില്ല. ഏയ് മോള് വിഷമിക്കല്ലേ, ഹോബിച്ചായ വന്നില്ലേ, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മോള് സങ്കടപ്പെടല്ലേ. മമ്മിയും പപ്പയും ഞാനൊന്ന് കാണട്ടെ. മോനെ ഹോബി, എന്താണ് മമ്മി ഇത്? നിങ്ങൾക്ക് എങ്ങനെയാ ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രമുള്ള മനസ്സൊക്കെ വന്നു തുടങ്ങി? പറ, എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എന്താ മമ്മി, ഇപ്പൊ ഒന്നും പറയാനില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇത്ര കഥപതിച്ചു പോയോ? എങ്ങനെ കഴിയുന്നു? ഡെന്നി എന്നോട് ഇക്കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായി. എൻ്റെ മമ്മിയും പപ്പയും തന്നെയാണോ ഇത്? നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങൾക്ക് ആരോട് ഇത്ര ദേഷ്യം? എന്തിനാ ആ കുഞ്ഞിനെ? ആ കുഞ്ഞ് നിങ്ങളോട് എന്ത് ചെയ്തു? മതി, നിർത്ത്. ആ കുഞ്ഞിന്റെ തന്ത ആരാന്ന് നിനക്കറിയോ? അവനെ പോലൊരു റാസ്കൽ ക്രിമിനലിന്റെ കുഞ്ഞ് എന്റെ മോൾക്ക് വേണ്ട. അത് തന്നെയാ റീസൺ. അതിനു വേണ്ടി തന്നെയാ ഞങ്ങളത് കളയാൻ നോക്കുന്നേ. പപ്പ എന്തറിഞ്ഞിട്ടാ പപ്പ അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പക്ക് അവനെ പറ്റി എന്താ അറിയാ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ പറയുന്നേ. അവനെ പോലെ സ്വന്തം ബന്ധങ്ങളെയും രക്തബന്ധത്തിനെയും വില തിരിച്ചറിയാത്ത റാസ്കൽ കൊടും ക്രിമിനലാണവൻ. സ്വന്തം അമ്മയെയും പെങ്ങളെയും കൊന്നു കളഞ്ഞവനല്ലേ അവൻ. അവനെ പോലൊരുത്തന്റെ കുഞ്ഞ് എന്റെ മോക്ക് വേണ്ട. പപ്പ ഒന്നും അറിയാതെ സംസാരിക്കരുത്. പപ്പ വിശ്വസിച്ചിരിക്കുന്നതൊക്കെ ശുദ്ധ നുണയാ. അവൻ അങ്ങനെ ചെയ്യുന്ന പപ്പക്ക് തോന്നുന്നുണ്ടോ? റെക്സി അങ്ങനത്തെ ഒരാളാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല.
എന്തൊക്കെയോ കേട്ട് എന്തൊക്കെയോ വിശ്വസിച്ച് വെച്ചിരിക്കുക. എൻ്റെ പൊന്നു പപ്പ, ഇങ്ങനെയുള്ള കൊടും ക്രിമിനലിനെ കോടതി വെറുതെ വിട്ടേക്കോ? അവൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിഞ്ഞതാ. നിരുപാധികം വിട്ടയച്ചതാ അവനെ. നിങ്ങൾക്കറിയോ അതൊക്കെ? എന്തെങ്കിലും ഒന്ന് കേട്ട് അതങ്ങോട്ട് വിശ്വസിക്കുക അല്ലേ? കോടതിയിൽ അവൻ നിരപരാധി എന്ന് തെളിഞ്ഞ അവൻ അതിനർത്ഥം കുറ്റവാളി അല്ല എന്നാണോ? എത്ര കേസില് വാദി പ്രതിയാവുന്നു, പ്രതിവാദിയാവുന്നു ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആയിക്കൂടെ ഇതു? അതും ഇന്നത്തെ കാലത്ത് കേസുകളൊക്കെ തേച്ചു മാക്കാനാണോ പ്രയാസം? അതും അവനെപ്പോലെ തന്നെ വെൽ സെറ്റിൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ. പണം എറിഞ്ഞ ഏത് കുറ്റവും കുറ്റമല്ലാണ്ടായി അവർക്ക് വരാൻ പറ്റും. ഇന്നത്തെ കാലം അതാണ്. അതൊന്നും കേട്ട് ഞാൻ അവനല്ല കുറ്റവാളി എന്ന് വിശ്വസിക്കില്ല. അവൻ തന്നെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. പപ്പയോട് പറയാൻ ഞാനില്ല. പപ്പക്ക് തോന്നുന്നത് വിശ്വസിക്ക്. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനാ റെക്സി ഇവിടെ കല്യാണം കഴിച്ചെന്ന് പപ്പക്കറിയോ? എനിക്കറിയാം. അതിനും പപ്പയുടെ തിയറിയിൽ ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്നു. അതാണല്ലോ എന്നോടുള്ള വാശിപ്പുറത്താ. എന്നെ വിഷമിപ്പിക്കാനാ അവനിവിടെ കല്യാണം കഴിച്ച്. ഓബിജാൻ എന്തൊക്കെയാ പറയുന്നേ? പപ്പക്കും മമ്മിക്കും ഇച്ചാനൊക്കെ എങ്ങനെയാ എന്നെ അർച്ചനെ പരിചയം? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അറിയാത്ത എന്തൊക്കെയോ നിങ്ങൾക്കറിയാലോ. പറ, എങ്ങനെയാ നിങ്ങളോടുള്ള വാശിപ്പുറത്ത് എങ്ങനെയാ അങ്ങനെ എന്നെ കല്യാണം കഴിക്കുന്നേ? പറയാം മോളെ, എല്ലാം എല്ലാവരോടും ഇന്ന് പറയണമെന്ന് കരുതി തന്നെയാ ഞാൻ വന്നേ. എല്ലാ സത്യവും നിങ്ങൾ അറിയണം. അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിന് കാരണക്കാരനാ. അവനങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നേ. ഞാനാണ് ഇതിന് പിന്നിലെന്നാ ഇപ്പോഴും അവൻ്റെ വിശ്വാസം. നിനക്കറിയണ്ടേ ഞങ്ങളെങ്ങനെയാ പരിചയമെന്ന്? പറയാം. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് റെക്സി ട്രാൻസ്ഫറായി അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം അവൻ ആരോടൊന്നും സംസാരിക്കാത്തൊരു പ്രകൃതമായിരുന്നു. അവനെൻ്റെ ബെഞ്ച്മേറ്റായിരുന്നു. ഞാൻ അവനോട് കുറേ കൂട്ടുകൂടാനൊക്കെ നോക്കി. പക്ഷേ അവനെ ഒന്നും അടുക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ അടുപ്പിക്കുന്നില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അവനെപ്പോഴും അവൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും മാത്രമായിട്ട് പോയി. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പുതുതായി സ്കൂൾ മാറി വന്നതല്ലേ, അപ്പോൾ ആ ഒരു ഷൈനസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന. പോകെ മനസ്സിലായി ആളങ്ങനെയാണെന്ന്. അവൻക്ക് അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, സ്റ്റഡീസ് മാത്രം. അതിൽ മാത്രമായിരുന്നു അവൻ്റെ കോൺസെൻട്രേറ്റ്. അത് ഞങ്ങൾക്കൊരു 1 month ആയപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. അവനായിരുന്നു ക്ലാസ്സിലെ ടോപ്പർ. പിന്നെ ഒരുപാട് കുട്ടികൾ അവനെ ബുള്ളി ചെയ്യാനൊക്കെ വരും. കാരണം അവനൊന്നിനും പ്രതികരിക്കാത്തത് കൊണ്ട് അവനായിരുന്നു അവരുടെയൊക്കെ നോട്ടപ്പുള്ളി. ഞാനെപ്പോഴും തരം കിട്ടുമ്പോഴൊക്കെ പറയും പ്രതികരിക്കണം എന്നൊക്കെ. പക്ഷേ അവന് ഒന്നിനും പ്രതികരിക്കാത്ത ഒരാളായിരുന്നു. ഈവൻ ഇങ്ങോട്ട് നമ്മളോടൊന്ന് സംസാരിക്കാൻ പോലും അവൻ റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറച്ച് കുട്ടികൾ ചേർന്ന് അവനെ അടിക്കുന്നതാ ഞാൻ കാണുന്നത്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അവൻ അവരുടെ അടുത്ത് നിന്ന് സേവ് ചെയ്തു. അന്ന് തൊട്ട് ഞാനും അവനും ഫ്രണ്ട്സായി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു, എറിക്ക്. പിന്നീട് ഞങ്ങൾ 3 പേരുമായി അങ്ങോട്ട് ഫ്രണ്ട്സ്. അവനെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവനും അത് ഉൾക്കൊണ്ട്. കാരണം അവൻ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പോകെ ഞങ്ങൾ അവനെ അങ്ങോട്ട് മാറ്റിയെടുത്തു. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവനെ മാറ്റിയെടുത്തു. ആ ഇൻട്രോവേർട്ട് സെൽഫിൽ നിന്ന് ഒരു എക്സ്ട്രോവേർട്ട് ആക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു അവന്. പിന്നീട് അങ്ങോട്ട് അവനോട് അനാവശ്യമായിട്ട് വാക്കിന് വരുന്നവരോടൊക്കെ അവൻ പ്രതികരിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരുപാട് സന്തോഷമായി. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ദിവസം തന്നെ ആയിരുന്നു. പിന്നെ ഒരിക്കലേ ഞാൻ അവനെ കൊണ്ട് വീട്ടിൽ വന്നു. പപ്പയും അമ്മയും അവനെ കണ്ട് ഒരുപാട് സന്തോഷമായി. അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അവനും അതുപോലെ തന്നെ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് വരവായി. അങ്ങനെ ഞങ്ങളുടെ 3 വർഷത്തെ സ്കൂൾ ജീവിതം അവസാനിക്കാറായി. വെക്കേഷൻ അടുക്കും തോറും ടെൻഷനായിരുന്നു. കാരണം വേറൊന്നുമല്ല, അവനിവിടുന്ന് പോവുകയാണ് മുംബൈയിലോട്ട്. ഇനി അവൻ്റെ ബാക്കി സ്റ്റഡീസും കാര്യങ്ങളൊക്കെ അവിടെയാണെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ തൊട്ട് ഞങ്ങൾ 3 പേർക്കും സങ്കടമായിരുന്നു. കാരണം ഞങ്ങളിതിലൊരാൾ പോവുമല്ലേ. അതായിരുന്നു എനിക്കും എറിക്കനും ഏറ്റവും സങ്കടം. അവനോട് ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ അതൊക്കെ അവൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുംബൈയിലായിരിക്കും സ്റ്റഡീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരിക്കലും മാറ്റാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വെക്കേഷനായി തുടങ്ങി. അവൻ ഞങ്ങളോട് ബൈ പറഞ്ഞു പോയി. 3 പേർക്കും ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും ബെറ്റർ ഫ്യൂച്ചറല്ലേ, അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ഞങ്ങൾ വിട്ടു. പിന്നെ ഞാനും എറിക്കും ഇവിടെ തന്നെ ആയിരുന്നു ഹയർ സെക്കൻഡറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന് മുംബൈയിലും. അവൻ്റെ ഒരു കോണ്ടാക്റ്റും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അന്ന് പോയതിന് ശേഷം പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വീട്ടിലോട്ട് വരുമ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതെന്താ? അതിന് നീ എപ്പോഴാ വീട്ടിലുണ്ടാവാറുള്ളത്? നീ എപ്പോഴും നീനുൻ്റെ വീട്ടിലല്ലായിരുന്നു, അതാ നീ കാണാൻ. ഓ അല്ല, പിന്നെ എന്താ സംഭവിച്ചേ? ആ 2 വർഷത്തിന് ശേഷം പിന്നെ എപ്പോഴാണ് നിങ്ങൾ കണ്ടുമുട്ടിയേ? പിന്നെ നിനക്കറിയാവുന്നതല്ലേ, എനിക്കൊട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി പപ്പയുടെ നിർബന്ധപ്രകാരം MBBS പഠിക്കാനായിട്ട് എന്നെ മുംബൈയിലോട്ട് പറഞ്ഞയച്ചത്. അത് MGM മെഡിക്കൽ കോളേജിലായിരുന്നു പപ്പ എന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഒരു 5 വർഷം മുംബൈയിലായിരുന്നല്ലോ ഞാൻ. ഒട്ടും താല്പര്യമില്ലാതെയാ ഞാനന്ന് ഫസ്റ്റ് ഡേ കോളേജിലോട്ട് പോയേ. പപ്പയോടുള്ള ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അറിയാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു ഫീലായിരുന്നു എനിക്കപ്പോൾ. എന്തായാലും ഞാൻ അങ്ങനെ ഒന്ന് കോളേജിലോട്ട് പോയി. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ബെന്നി, എടാ എടാ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാടാ, റെക്സി. എന്താടാ, എന്താ പറ്റിയേ? നീ എന്തൊന്നും മിണ്ടാത്തേ? ഏയ് ഒന്നുമില്ലടാ, ഞാൻ പെട്ടെന്ന് നിന്നെ ഇവിടെ കാണുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ, അതാ. ഒന്നും പറയണ്ട, നീ എന്നോട് പിണക്കത്തിലാണ്, അതല്ലേ സത്യം? ഞാനെന്തിനാ നിന്നോട് പിണങ്ങുന്നേ? എനിക്കറിയാം, നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ, അത് തന്നെയാണ് റീസൺ. എടാ, ഒന്നും മനഃപൂർവ്വമല്ല. അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കയ്യിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ പോയി, അതാ സംഭവിച്ചത്. പിന്നെ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആണോ? അതായിരുന്നോ? ഞാൻ നീ പോയാൽ നീ തന്ന നമ്പറിലോട്ട് ഒരുപാട് ട്രൈ ചെയ്തു, നമ്പർ നിലവിലില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നോ കാര്യം? ഞാൻ എത്ര ടെൻഷനായിരുന്നു നിനക്കറിയോ? നിൻ്റെ ഒരു വിവരവും ഇല്ല. 2 വർഷം എങ്ങനെ പോയതെന്ന് എനിക്കേ അറിയൂ. എനിക്ക് മനസ്സിലായി, അത് തന്നെയാ നിൻ്റെ ഈ മുഖം കനത്തതിൻ്റെ കാരണമെന്ന്. അല്ല, നീ ഇപ്പോൾ ഇവിടെയാണോ പഠിക്കുന്നേ? ആടാ, പപ്പയുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്ന് പെട്ട്. നിനക്കറിയുന്നതല്ലേ, എനിക്ക് ഈ സയൻസും MBBS ഒന്നും പണ്ടേ ഇഷ്ടമല്ല. പിന്നെ പപ്പ ഇവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാ. ശരിക്കും? അതേടാ, നീയും ഇവിടെയാണോ? അതെ, ഞാനും ഇവിടെ തന്നെയാണ്. ഓ മൈ ഗോഡ്, അപ്പോൾ ഇനി 5 വർഷം നമ്മളിവിടെ പൊളിക്കുന്നു. ഓക്കെ? പിന്നല്ല, ഇപ്പോഴേ എനിക്ക് സമാധാനമായി. പപ്പ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് പപ്പയോടുള്ള ദേഷ്യം എല്ലാം കൂടി ഞാൻ ആകെ എന്താ പറയുക, ഇവിടെ നിന്ന് പോയാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ നീ വന്ന്. അതേതായാലും നന്നായി. ഇനി നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. ഓക്കെ? ഓക്കെ. അല്ലടാ, നീ ഇവിടെ ഹോസ്റ്റലിലാണോ സ്റ്റേ ഒക്കെ? ആടാ, ഇവിടെ ഹോസ്റ്റലിൽ തന്നെയാ. നീ എന്നാ എൻ്റെ വീട്ടിലോട്ട് പോര്, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താ. അത് വേണ്ടടാ, നമുക്ക് പിന്നെ ആലോചിക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്തോളാം.
ആ എന്തായാലും വാ നമുക്ക് ക്ലാസ്സിൽ പോവാം. 2 വർഷത്തിന് ശേഷമുള്ള കൂടിച്ചേരലായതുകൊണ്ട് ഞങ്ങളുടെ ബോണ്ടിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ ലോകം ഞങ്ങൾ മാത്രമായി. ഞങ്ങൾ ആ 5 വർഷം അടിച്ചു പൊളിച്ച് തന്നെ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വീട്ടിലോട്ട് അവൻ എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവിടെ അവൻ്റെ വീട്ടിൽ അവനൊരു മമ്മയും പിന്നെ ഒരു സിസ്റ്ററും പിന്നെ അവൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഫെലിക്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ഫാമിലി എന്ന് പറയാൻ അവരേ ഉള്ളൂ. ഞാനും കൂടി വന്നപ്പോൾ ഞാനും അതിലൊരു മെമ്പറായി. പിന്നെ അവനോട് അവൻ്റെ പപ്പയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ അവൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അവൻ്റെ പപ്പ തന്നെയാണ്. അങ്ങനെ അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നപ്പോൾ എനിക്കവനോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. ചെറുപ്പത്തിൽ തന്നെ അവന് അവൻ്റെ മമ്മയും സിസ്റ്ററിനെയൊക്കെ പൊന്നുപോലെയല്ലേ നോക്കിയത്. എങ്ങനെയാണെങ്കിലും പപ്പ ഇല്ലാണ്ട് ഒരു ആൺതുണ ഇല്ലാണ്ട് വളർന്നു വന്നവരല്ലേ അവരൊക്കെ. അവനോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. അതുകൊണ്ടാണ് അവന് ചെറുപ്പത്തിലേക്ക് അത്ര ഇൻട്രോവേർട്ടായി പോയതെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരുടെ ഫാമിലിയായിട്ടും നല്ല കൂട്ടായിരുന്നു. അവർക്കും അതുപോലെ തന്നെ. ഇവിടെ വെക്കേഷനൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ നാട്ടിലോട്ടും പോരും. നിന്നെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിൻ്റെ ഫോട്ടോയോ മറ്റൊന്നും അവന് കണ്ടിട്ടില്ല. ഞാൻ അവനോട് തമാശയ്ക്ക് എപ്പോഴും പറയായിരുന്നു, നിന്നെ കല്യാണം കഴിപ്പിച്ച് അവനെ എൻ്റെ അളിയനായിട്ട് ഇങ്ങോട്ട് എന്നെ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് അവനോട് പറയാറുണ്ടായിരുന്നു. അവനെപ്പോൾ ഇവിടെ വെക്കേഷനിൽ വന്നാലും നീ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നീനുവിൻ്റെ വീട്ടിലോട്ട് വെക്കേഷനിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലൊരു കണ്ടുമുട്ടൽ അതുവരെ നടക്കാതിരുന്നത്. അതല്ല, എന്താ ഇച്ചാൻ്റെ പപ്പയോട് ഇച്ചാൻ ഇത്ര വലിയ ദേഷ്യം? എന്താ ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അത് മാത്രം എൻ്റെ മോൾ എന്നോട് ചോദിക്കരുത്. സമയമാകുമ്പോൾ അവന് തന്നെ നിന്നോടെല്ലാം പറയുമായിരിക്കും. എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പറഞ്ഞതാ. ഞാനിപ്പോഴും അതാരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയുമില്ല. ഇത്രയൊക്കെ നല്ല രീതിയിൽ പോയ നിങ്ങളെങ്ങനെയാ ഇങ്ങനെ ഇത്രത്തോളം ശത്രുതയിലായത്? പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചായ? ഇവിടുന്ന് മുംബൈയിലെത്തിയ എനിക്ക് അവനും അവൻ്റെ കുടുംബവും എൻ്റെ സ്വന്തം ഫാമിലി പോലെ തന്നെ ആയിരുന്നു. അവൻ്റെ മമ്മ എൻ്റെ മമ്മ, അവൻ്റെ സിസ്റ്റർ എൻ്റെ സിസ്റ്റർ, അങ്ങനെ തന്നെ ഞാൻ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ സിസ്റ്റർ ജാസ്മി ഞാനും ഒരുപാട് ക്ലോസ് ആയിരുന്നു. എനിക്ക് ചിന്നു എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഞാൻ അവളെ കണ്ടിരുന്നത്. അതൊന്നും അവിടെ ഒരാൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും ഞാനും അറിഞ്ഞില്ല. അങ്ങനെ എക്സാമിൻ്റെ സമയത്താണ് അവൻ്റെ മമ്മിക്ക് ആക്സിഡൻ്റ് ആയെന്നും പറഞ്ഞ് കോള് വന്നേ. നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അവനാകെ തളർന്നിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പരിക്ക് മമ്മിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അതിനുശേഷം മമ്മി ഒരുതരം പാരലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒട്ടും വയ്യാണ്ട് കിടപ്പിൽ തന്നെ. പിന്നീട് അങ്ങോട്ട് അവനായിരുന്നു എല്ലതും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ്റെ സിസ്റ്റർ പഠിപ്പ് പോലും അത് കാരണം മുടക്കാൻ അവൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. മമ്മിക്ക് എപ്പോഴും കൂട്ടിന് അവൻ തന്നെ ഇരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലാണ് വന്നത്. അവൻ്റെ സ്റ്റഡീസ് പോലും നോക്കാണ്ട് അവൻ്റെ മമ്മയുടെ കൂടെയാണ് ഇരിക്കുന്നത്. അവൻ്റെ കണ്ണിലെ 2 കൃഷ്ണമണികൾ പോലെയാണ് അവൻ്റെ മമ്മയും അവൻ്റെ സിസ്റ്ററും എന്ന് എനിക്കന്ന് മനസ്സിലായി. അങ്ങനെ ഏകദേശം ഒരു 6-7 മാസം കൊണ്ട് മമ്മി സാവകാശം റിക്കവറായി വന്നു. സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ മമ്മിയെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നു, എഴുന്നേറ്റിരിക്കാനൊക്കെ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പിന്നെ എക്സാം ഒന്ന് എഴുതാൻ. പക്ഷേ അവനത് കേട്ടില്ല. മമ്മി ഫുള്ളായിട്ട് ഇതായതിനു ശേഷം ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു.
മാത്രമല്ല അടുത്ത ഇയറിലെ ക്ലാസ് തൊട്ടിരുന്ന് എക്സാം എഴുതാനോ അങ്ങനെ പറഞ്ഞു അവന്. അപ്പം ഞാനും അവൻ്റെ അതിനനുസരിച്ച് വിട്ടു. അങ്ങനെ പതിയെ പതിയെ മമ്മി നോർമൽ ലൈഫിലോട്ട് വന്നു. ചുരുക്കി പറഞ്ഞാൽ 1 വർഷം എടുത്തു മമ്മി ഫുള്ളായിട്ട് റിക്കവറായി പഴയ പോലെ ആവാൻ. പിന്നെ എൻ്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം അവന് ആ ലാസ്റ്റ് ഇയർ ക്ലാസ്സിന് എടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് ഇവിടെ അല്ലായിരുന്നു, ബാംഗ്ലൂരിൽ അവൻ്റെ അങ്കിളിൻ്റെ കോളേജിൽ. അങ്ങനെയാണ് അവൻ ബാംഗ്ലൂരിലോട്ട് വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാലോ. അവൻ ബാംഗ്ലൂരിൽ നിങ്ങളുടെ കൂടെയാണെന്ന് അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനിൽ അവനും ഞാനും കാണാറുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോകുമ്പോൾ അവനായിട്ട് ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവസാനമായിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് അവൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ്. അവനും ഞാനും ഒരുപാട് നേരം സംസാരിച്ചു. അന്നാണ് അവന് ഒരു കുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്. അതൊരിക്കലും ചിന്നു ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവൻ എന്നെ കൊണ്ട് മുംബൈയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് ആകെ എല്ലാം. അന്ന് ഞങ്ങൾ മുംബൈയിലോട്ട് പോയതിന് ശേഷം പിന്നെ എല്ലാ മാറ്റങ്ങളും സംഭവിച്ച്. അത് തന്നെയാ എനിക്കറിയേണ്ടത്. അന്ന് എൻ്റെ അടുത്തുനിന്ന് പോയത് എന്തിനായിരുന്നു? അതിനുശേഷം എന്താ സംഭവിച്ചത്? പിന്നീട് എന്ത് സംഭവിക്കാനാ, ഞാൻ പറഞ്ഞു തരാം. സ്വന്തം കൃഷ്ണമണി പോലെ കൊണ്ടു നടന്ന അമ്മയെയും പെങ്ങളെയും അവൻ കൊന്നു. അതൊരിക്കലും എൻ്റെ ഇച്ഛാൻ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. അതെ പപ്പ, ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. കേട്ടെടുത്തോളം അവൻ അവൻ്റെ ഫാമിലി ജീവനാ. അവൻ്റെ അമ്മയും പെങ്ങളും അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ വേറെ ആരോ ആണ്. ഓബിച്ചായ, ഇച്ചായനെ അറിയില്ല എല്ലാ സത്യവും. എന്താണ് സത്യത്തിൽ നടന്നേ? പറ. അതെ, അവനൊരിക്കലും അത് ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അതൊക്കെ ചെയ്തത് ഞാനാണ്.